അട്ടിമറി വിജയം നേടിയിരിക്കുന്നു യു ഡി എഫ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. 30 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി UDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള സ്ട്രൈക്ക് അത് കൃത്യമായി കൊണ്ടിരിക്കുന്നു. UDF ആ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി തൂക്കിയിരിക്കുന്നു. 30 വർഷം ചുവന്നിരുന്ന പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി UDF പിടിച്ചെടുത്തിരിക്കുന്നു പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി. തന്നെയാണ് അവിടെ പെരിന്തൽമണ്ണയിൽ ഇതാ അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു UDF എന്നുള്ളതാണ്. അതേസമയം ഇടുക്കി നഗരസഭയിൽ മുൻ MLA ആയ EM ആഗസ്തി തോറ്റു. LDFന്റെ EM ആഗസ്തി അവിടെ തോറ്റു എന്നുള്ളൊരു വാർത്ത കൂടി ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് 2020 എന്ന് പറയുന്നത്. 2020 മത്സരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്തിൽ അവിടെ 21-ൽ 11 ഇപ്പോൾ അവർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ ആങ്ങാമൂഴി പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഒരു വാർഡിൽ 2 സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിച്ചിരുന്നു. അത് സീതത്തോട് പഞ്ചായത്തിലെ ആങ്ങാമൂഴി വാർഡിൽ 2 LDF UDF സ്ഥാനാർത്ഥികൾക്ക് തുല്യ വോട്ട് ലഭിച്ചു. അങ്ങനെ അവിടെ നറുക്കെടുത്തപ്പോൾ ഇപ്പോൾ UDFന് ജയം കെട്ടിയിരിക്കുകയാണ്. നറുക്കെടുപ്പിലൂടെ അവിടെ പത്തനംതിട്ട സീതത്തോട് പഞ്ചായത്തിലെ ആങ്ങാമൂഴി വാർഡിൽ UDF വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. അടുത്തത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ തൃശൂർ കോർപ്പറേഷനിൽ UDFന്റെ ലീഡ് തുടർന്ന് വരികയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റു. ഇപ്പോൾ ഇതാ UDF കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ലീഡ് തിരിച്ചുപിടിച്ച് മുന്നോട്ട് പോകുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ലീഡ് തിരിച്ചുപിടിച്ച് പോകുമ്പോൾ ഇതാ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതെങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇതാ 18 തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ലീഡ് ചെയ്യുന്നു. 18 NDA ലീഡ് ചെയ്യുന്നതെങ്കിൽ 16 LDF ലീഡ് ചെയ്യുന്നു. 11 UDFും ചെറിയതായെങ്കിലും നില മെച്ചപ്പെടുത്തുമ്പോൾ ഇനിയിപ്പോൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ UDFനാണ് മുന്നേറ്റം. വയനാട് ജില്ലാ പഞ്ചായത്തിൽ 13 UDF ആണ്. 13 വയനാട് ജില്ലാ പഞ്ചായത്തിൽ UDF ആണ് എന്നുള്ളതാണ്. ഇനി എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ UDFന് ഒരു ഉറച്ച സീറ്റുണ്ടായിരുന്നു, കടമക്കുടിയിലെ. പക്ഷേ സ്ഥാനാർത്ഥിയുടെ ഒപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ സ്ഥാനാർത്ഥി അയോഗ്യയാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടെ ആര് ജയിക്കുമെന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആ വിവരം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും അറിയേണ്ടതാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം മണ്ഡലമാണത്, സ്വന്തം സ്ഥലമാണത്. അവിടെ 13 എന്ന നിലയിലാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ LDFും UDF മുൻവരുന്നത്. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ UDF മുന്നേറ്റം തുടരുന്നു. തിരുവനന്തപുരമാണ് ഇനി അറിയേണ്ടത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഒരു പ്രവചനങ്ങൾക്കപ്പുറത്തേക്ക് ഇതാ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് NDA പോകുന്നു. NDA മുന്നിൽ തന്നെ എത്തിയിരിക്കുന്നു. NDA 20ലേക്ക് എത്തിയിരിക്കുന്നു. 101 വാർഡുകളിൽ 101 വാർഡുകളിൽ 20 തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA എത്തുമ്പോൾ ഇതാ എത്തിയിരിക്കുന്നു. അവിടെ NDA മുന്നേറ്റം തുടരുന്നു. വ്യക്തമായ ഒരു മേൽക്കൈയിലേക്ക് അവർ പോകുമ്പോൾ UDF എറണാകുളം കോർപ്പറേഷനിൽ, കൊച്ചി കോർപ്പറേഷനിൽ UDF ഇതാ മുന്നേറുന്നു. UDF ഇതാ 40 കൊച്ചി കോർപ്പറേഷനിൽ 40 UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതാ LDFനെ അട്ടിമറിച്ചുകൊണ്ട് മലർത്തിയടിച്ചുകൊണ്ട് ഇതാ വലിയ മുന്നേറ്റം കൊച്ചി കോർപ്പറേഷനിൽ നേടുമ്പോൾ ഇതാ കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ UDFലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവിടെ ഇതാ UDF തിരിച്ചു പിടിച്ച ലീഡ് ഇതാ അവിടെ അവരിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു. 11 UDF ലീഡ് ചെയ്യുന്നു കൊല്ലം കോർപ്പറേഷനിൽ. 11
ക്ഷമിക്കണം, 4 മാത്രമാണ് ഇപ്പോൾ LDF ലീഡ് ചെയ്യാൻ കഴിയുന്നത്. ഡിസ്ട്രിക്ട് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകളിൽ 14 ജില്ലാ പഞ്ചായത്തുകൾ എടുക്കുമ്പോൾ 6 UDF, 4 LDF, 6 UDF, 4 LDF എന്ന നിലയിലാണ് പോകുന്നത്. പക്ഷേ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ കാസർഗോഡേക്ക് വരുമ്പോൾ അവിടെ UDF-ഉം LDF-ഉം സമമാണ്. 7 എന്ന നിലയിലാണ് അവർ പോകുന്നത്. UDF 7, LDF 7 എന്ന നിലയിൽ പോകുമ്പോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ അവിടെ പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ 16 LDF ആണ് അവിടെ മുന്നേറുന്നത് എന്ന് പറയാം. ഏതായാലും ഇപ്പോൾ തൃപ്പൂണിത്തുറ കോർപ്പറേഷൻ